ഹായ് മക്കളെ, 24th January 2026 ജെയ് മെയിൻസ് അല്ലെ, ഫേസ് 1 ഫസ്റ്റ് ഷിഫ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഡി? ശ്രദ്ധിക്കും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് 3D ക്വസ്റ്റ്യൻ ആണ്. കാരണം L1 L2 എന്ന രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസുകളുടെ ഇക്വേഷൻ വെക്റ്റർ ഫോമിലാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നു ആ രണ്ട് ലൈൻസുകൾ ആറുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പി ആറിന്റെ ഡിസ്റ്റൻസ്, പിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ് √29 ആണ്. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് √47/3 ആണ്. പി ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഒക്ടന്റിലാണെങ്കിൽ 27 × QR² വാല്യൂ എത്രയാണ്? അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കേണ്ടി വരും. ഒരെണ്ണം ഡിസ്റ്റൻസ് ഫോമിൽ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. പിന്നെ 3Dയുടെ ബേസിക് കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അത് നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ലൈൻ L1 എന്ന് പറയുന്ന ലൈൻ, ഇത് L1 എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, ഇതാണ് L1 എന്ന് പറയുന്ന ലൈൻ. അടുത്ത ഞാൻ ഇവിടെ L2 എന്ന് പറയുന്ന രണ്ടാമത്തെ ലൈൻ എടുക്കും. ദിസ് ഈസ് L2 എന്ന് പറയുന്ന രണ്ടാമത്തെ ലൈൻ. ഈ രണ്ട് ലൈൻസും R എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേകത എന്താ? ഈ L1 എന്ന് പറയുന്ന ലൈനിന്റെ ജനറൽ പോയിന്റ്, ഈ L1 എന്ന് പറയുന്ന ലൈനിൽ കുറെ പോയിന്റുകൾ ഉണ്ടല്ലോടാ. അപ്പൊ നമ്മൾ ഇതിൽ ഒരെണ്ണം നമ്മൾ ജനറൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂലേ? ആ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ R എന്ന പോയിന്റ് ആയിട്ട് തന്നെ എടുത്താൽ, ഇതേപോലെ L2 എനിക്ക് ജനറൽ പോയിന്റ് ഉണ്ടാക്കിക്കൂടെ? ആ L2 ജനറൽ പോയിന്റ് എന്ന് പറയുന്നതും R ആയിട്ട് തന്നെ എടുക്കും. അപ്പൊ തീർച്ചയായിട്ടും അത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് എക്സിന്റെ വിലകൾ ഈക്വൽ ആവണ്ടേ, വൈയുടെ വിലകൾ ഈക്വൽ ആവണ്ടേ, സെഡിന്റെ വിലകൾ ഈക്വൽ ആവണ്ടേ? നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന L1 എന്ന് പറയുന്ന ലൈനിന്റെ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുക. ഇതാണല്ലോ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോ XYZ R എന്ന് പറയുന്ന L1 എന്ന് പറയുന്ന ലൈനിന്റെ ജനറൽ പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. XYZ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ജനറൽ പോയിന്റ് നോക്കി? 1 + 2 ലാംഡ, അടുത്തത് 2 + 3 ലാംഡ, അടുത്തത് 3 + 4 ലാംഡ. ഇതല്ലേ ജനറൽ പോയിന്റ്? ഇതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന L2 എന്ന ലൈനിന്റെ ജനറൽ പോയിന്റ് പറയൂ. XYZ L2 എന്ന പോയിന്റ് ജനറൽ പോയിന്റ് നമുക്ക് എങ്ങനെ എടുക്കാം? L2 എന്ന ലൈനിന്റെ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് 4 + 5 mu, അടുത്തത് 1 + 2 mu, വെറും mu. ഇതാണല്ലോ നമ്മളെ ജനറൽ പോയിന്റ്. ഈ ജനറൽ പോയിന്റുകൾ പരസ്പരം ഈക്വൽ ആവൂലേ ഈ തന്നിരിക്കുന്ന R എന്ന പോയിന്റിൽ? കാരണം L1ന്റെ ജനറൽ പോയിന്റ് ആയിട്ട് ഞാൻ അത് എടുത്തു, L2ന്റെ ജനറൽ പോയിന്റ് ആയിട്ടും അത് തന്നെ കൺസിഡർ ചെയ്താൽ രണ്ടു പേർക്കും ഒരു കോമൺ പോയിന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ഇങ്ങനെ പറയാം, 1 + 2 ലാംഡ. ഇവിടുത്തെ ആദ്യത്തെ L1ന്റെ എക്സിന്റെ പോയിന്റ് ഈക്വൽ ആയിരിക്കും തന്നിരിക്കുന്ന 4 + 5 മ്യൂവിന്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കി വെക്കാം. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് പറയാം 5 mu - 2 ലാംഡ, അല്ലെ തിരിച്ചെടുത്താലും മതി. നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലാംഡ - 5 mu = 3 എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ ഇരിക്കട്ടെ. റെഡി? ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ Y വാല്യൂസ് ഈക്വൽ ആവൂലേ, അല്ലെങ്കിൽ Z വാല്യൂസ് ഈക്വൽ ആവൂലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ L1 3 + 4 ലാംഡ ഈക്വൽ ആയിരിക്കും എന്തിന്? മ്യൂവിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇങ്ങനെ എടുക്കാം, 4 ലാംഡ - mu = -3. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡയുടെയും മ്യൂവിന്റെയും വില കിട്ടൂലേ? നമുക്ക് നോക്കാം, രണ്ടും കൂടെ സോൾവ് ചെയ്യാം. ആ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഇക്വേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. നോക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടുക 4 ലാംഡ - 10 mu = 6 എന്ന് കിട്ടും. അടുത്ത 4 ലാംഡ - mu = -3. ഇവരെ സോൾവ് ചെയ്യുമ്പോൾ ലാംഡകൾ ക്യാൻസൽ ആയി പോകും, മൈനസ് ചെയ്താൽ മതി. അപ്പോ -10 mu - അപ്പൊ -9 mu = ഇവിടെ 9 എന്ന് കിട്ടും. സോ വാല്യൂ ഓഫ് mu = എന്തായിട്ട് മാറും? 1. സോറി, mu = -1 ആവും. നമുക്ക് മ്യൂവിന് വില കിട്ടി. മ്യൂ എന്ന വില നമുക്ക് കിട്ടിയെങ്കിൽ ഈ R എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആ മ്യൂവിന് -1 ഇട്ട് കൊടുത്താൽ പോരെ? ആ മ്യൂവിന് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
മ്യൂവിന് -1 കൊടുക്കുമ്പോൾ 4 - 5, അപ്പോൾ ഇവിടെ -1. അടുത്ത മ്യൂവിന് -1 കൊടുക്കുമ്പോൾ 1 - 2, വീണ്ടും -1. അടുത്തത് -1. അപ്പൊ നമുക്ക് 6 എന്ന വില കിട്ടി, 6 എന്ന പോയിന്റ് കിട്ടി. റെഡി? ഇങ്ങനെ നമുക്ക് 6 എന്ന പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി വേണ്ട എന്താ? ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് 6 ആയിരുന്നു. ഓക്കെ, ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദ പോയിന്റ്സ് ലൈസ് ഓൺ ദ ലൈൻ L1 ആൻഡ് L2. ഓക്കെ, പി എന്ന് പറയുന്നത് L1 പോയിന്റ് ആയിട്ട് എടുക്കാം, ഇതാണ് പി. അടുത്ത ക്യൂ എന്ന് പറയുന്നത് എവിടുത്തെ L2 പോയിന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ പി എന്ന പോയിന്റ് കണ്ടുപിടിക്കണം. പി എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ നമുക്ക് തന്നിരിക്കുന്ന പി ആർ എടുക്കാം. പി ആർ എന്ന് പറയുന്ന √29 ആണ്. ഈ പി എന്ന പോയിന്റ് ആയിട്ട് ഞാൻ ആരെ എടുത്തു? ആ ജനറൽ പോയിന്റ് എടുക്കുന്നു. 1 + 2 ലാംഡ, അടുത്ത 2 + 3 ലാംഡ, അടുത്തത് 3 + 4 ലാംഡ. കണ്ടോ? ആ പി എന്ന പോയിന്റ് ആയിട്ട് ഞാൻ ആ ജനറൽ പോയിന്റ് എടുത്താൽ പി ആർ കണ്ടുപിടിക്കാൻ പി ആർ ഈസ് ഈക്വൽ ടു √29. അപ്പൊ പി ആറിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 29 ആവും. പി ആറിന്റെ സ്ക്വയർ എന്ന് എടുത്തേ. പി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. ഈ തന്നിരിക്കുന്നതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. അപ്പൊ എന്താ? y2 - y1 ആണ്. y2 - y1 അല്ലെങ്കിൽ x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. അപ്പോൾ 1 + 2 ലാംഡ -1 ഉണ്ടല്ലോ. 1 + 2 ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 ലാംഡ -1. അപ്പൊ +1 സ്ക്വയർ പ്ലസ് അടുത്ത 2 + 3 ലാംഡ -1. അപ്പൊ 2 + 3 ലാംഡ +1 സ്ക്വയർ പ്ലസ് അടുത്ത വീണ്ടും 3 + 4 ലാംഡ -1. അപ്പൊ +1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 29. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 ലാംഡ +2 സ്ക്വയർ പ്ലസ് അടുത്തത് 3 ലാംഡ +3 സ്ക്വയർ പ്ലസ് അടുത്തത് 4 ലാംഡ +4 സ്ക്വയർ ഈക്വൽ ടു 29. ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്കിതിനെ സോൾവ് ചെയ്യാം. അത് നോക്കൂ, 2 ലാംഡ a + b the whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുക 4 ലാംഡ സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ 8 ലാംഡ പ്ലസ് ബി സ്ക്വയർ 4 ആകും. പ്ലസ് ഇനി അടുത്ത വരുന്നത് എന്താ നോക്കിയേ, 3 ലാംഡയുടെ സ്ക്വയർ, അപ്പൊ 9 ലാംഡ സ്ക്വയർ പ്ലസ് 2ab 18 ലാംഡ പ്ലസ് 9 ഈക്വൽ ടു 4 ലാംഡ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ഈക്വൽ ടു അല്ല പ്ലസ് 16 ലാംഡ സ്ക്വയർ. അടുത്തത് പ്ലസ് 2ab 32 ലാംഡ പ്ലസ് 16 ഈക്വൽ ടു 29. അപ്പൊ ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്തെടുക്കും നോക്കിയേ, 4 ലാംഡ സ്ക്വയറും നമുക്ക് നോക്കാം, 4 ലാംഡ സ്ക്വയറും 9 ലാംഡ സ്ക്വയറും 16 ലാംഡ സ്ക്വയറും കൂടെ 29 ലാംഡ സ്ക്വയർ ആവും. ഇവിടെ എഴുതാം 29 ലാംഡ സ്ക്വയർ. അപ്പൊ ആരൊക്കെ എടുത്തു? നമ്മള് 4 ലാംഡ സ്ക്വയർ എടുത്തു, 9 ലാംഡ സ്ക്വയർ എടുത്തു, 16 ലാംഡ സ്ക്വയർ എടുത്തു. ഇനി നമുക്ക് ആരെയൊക്കെ വേണം? വേണ്ടത് 8 ലാംഡ, 18 ലാംഡ, 32 ലാംഡ. അപ്പൊ ഇത് 40 58 ലാംഡ ആവും. ഇതും കൂടെ 58 ലാംഡ ആവും അല്ലെ, പ്ലസ് 58 ലാംഡ. പിന്നുള്ളത് 9 പ്ലസ് 16 പ്ലസ് 4 29 പ്ലസ് 29 ഈക്വൽ ടു 29. ആ 29കൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ 29 ലാംഡ കോമൺ എടുക്കാം. അപ്പൊ ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വില 0യും കിട്ടും, ലാംഡയുടെ വില -2 കിട്ടും. നമുക്കറിയാം ലാംഡയുടെ വില -2 എടുത്താൽ, ലാംഡയുടെ വിലയായിട്ട് -2 എടുത്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വില 1 പ്ലസ് -4. അപ്പൊ നമുക്ക് കിട്ടുന്ന -3യിലാണ് തുടങ്ങുക. എക്സിന്റെ വില -3യിലാണ് വരിക. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുമ്പോൾ എക്സും വൈയും സെഡും എന്താവണം? പോസിറ്റീവ് ആവണം, വേണ്ടേ? അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന സെഡിന്റെ വില -2 ഉപയോഗിക്കാൻ പറ്റില്ല, അത് റിജക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് വരിക, ലാംഡയ്ക്ക് 0 എടുത്തു കഴിഞ്ഞാൽ 1ഉം 2ഉം 3ഉം തന്നെയാണ്. ഓക്കെ, നമുക്ക് പി എന്ന പോയിന്റ് കിട്ടി.
ഇനി ഇതേപോലെ തന്നെ നമ്മൾ ക്യൂവിന്റെ വില കാണണം. ക്യൂവിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. പി ക്യൂ ഇസ് ഈക്വൽ ടു √47/3 എന്നാണ്. √47/3 തന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ക്യൂ അല്ലേ തന്നിരിക്കുന്നത്, പിയും ക്യൂവും. ഈ തന്നിരിക്കുന്ന പി ക്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് ക്യൂവിന്റെ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തു. ക്യൂ എന്ന് പറയുന്ന ആ ജനറൽ പോയിന്റ് 4 + 5 മ്യൂ, അടുത്തത് 1 + 2 മ്യൂ, അടുത്തത് മ്യൂ. ഇതാണ് ജനറൽ പോയിന്റ്. ജനറൽ പോയിന്റ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാമല്ലോ. ഇതാണ് ജനറൽ പോയിന്റ്. അപ്പൊ പി ക്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ പി ക്യൂ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോ, അതാണ്ട് ഈ ഒരു പോർഷൻ ഞാൻ അങ്ങ് അപ്പുറത്തേക്ക് എടുത്താൽ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. അടുത്ത പേജിലേക്ക് കൊണ്ടുവെക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് പി ക്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ. നമുക്ക് പി ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാ നോക്കൂ, ഇതാണ് പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ. ഈ പി ക്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ പി ക്യൂ എന്ന് പറയുന്നത് പി ക്യൂ മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? √47/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 47/3 ആണ്. മക്കളെ, പി ക്യൂ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. 4 + 5 മ്യൂ - 1. 4 + 5 മ്യൂ - 1 സ്ക്വയർ പ്ലസ് അടുത്ത 1 + 2 മ്യൂ - 2 സ്ക്വയർ പ്ലസ് അടുത്ത മ്യൂ - 3 സ്ക്വയർ ഈക്വൽ ടു 47/3 ആണ്. ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ 5 മ്യൂ + 3 സ്ക്വയർ പ്ലസ് 2 മ്യൂ - 1 സ്ക്വയർ പ്ലസ് മ്യൂ - 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 47/3. നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 25 മ്യൂ സ്ക്വയർ പ്ലസ് 2ab 10 × 3 30 മ്യൂ പ്ലസ് 9 പ്ലസ് 4 മ്യൂ സ്ക്വയർ മൈനസ് 2ab 4 മ്യൂ പ്ലസ് 1 പ്ലസ് മ്യൂ സ്ക്വയർ മൈനസ് 6 മ്യൂ പ്ലസ് 9 ഈക്വൽ ടു 47/3. 25 മ്യൂ സ്ക്വയർ പ്ലസ് 4 മ്യൂ സ്ക്വയർ 29 പ്ലസ് 1 അത് നമുക്ക് 30 മ്യൂ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 30 മ്യൂ സ്ക്വയർ ആയി. ഇതെല്ലാം കൂടെ 30 മ്യൂ സ്ക്വയർ ആയി. പിന്നെ നമുക്ക് വരുന്നത് 30 മ്യൂ -10 മ്യൂ. ഇത് 30 മ്യൂ -10 മ്യൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക പ്ലസ് 20 മ്യൂ കിട്ടും. 20 മ്യൂ പിന്നെ 19 പ്ലസ് 19 മൈനസ് 47/3 ഈക്വൽ ടു 0. എല്ലാത്തിനും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര? 90 മ്യൂ സ്ക്വയർ പ്ലസ് 60 മ്യൂ പ്ലസ് ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 2 3 57 മൈനസ് 47 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 90 മ്യൂ പ്ലസ് 60 മ്യൂ പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 9 മ്യൂ സ്ക്വയർ പ്ലസ് 6 മ്യൂ പ്ലസ് 1 ഈക്വൽ ടു 0 കേട്ടോ. അപ്പൊ ഇതില് നമുക്കറിയാം സം എന്ന് പറയുന്നത് 6 ആണ്. പ്രോഡക്റ്റ് 1 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ് പ്രോഡക്റ്റ്. നമുക്ക് കിട്ടുന്ന വില ഏതായിരിക്കും ഉണ്ടാവുക? 3ഉം 3ഉം അല്ലേ? 3 + 3 ആണ് 6. 3 × 3 ആണ് 9. അപ്പൊ 3ഉം 3ഉം വന്നാൽ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ വാല്യൂ എടുക്കാൻ. അപ്പൊ നമുക്ക് 1/3ഉം 1/3ഉം എന്ന് പറഞ്ഞാൽ ഇത് മ്യൂ പ്ലസ് 1/3 സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് മ്യൂവിന്റെ വില -1/3 എന്നാണ് കിട്ടുക. മ്യൂവിന്റെ വില -1/3 കൊടുക്കുമ്പോൾ വില എന്തായിട്ട് മാറും ഇവിടെ? അതായത് 4 പ്ലസ് നമുക്ക് ഇങ്ങനെ എഴുതാം. 4 പ്ലസ് 4 -5/3 അടുത്ത 1 -2/3 -1/3. അപ്പൊ പി എന്ന വിലയായിട്ട് വരിക 12 - 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 7/3 1/3 -1/3. ഓക്കെ, റെഡി. ഇതായിരിക്കും നമുക്ക് കിട്ടിയ
ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ക്യു ആർ സ്ക്വയർ ആണ്. 27 ക്യു ആർ സ്ക്വയർ. നമുക്ക് എഴുതാം 27 ക്യു ആറിന്റെ സ്ക്വയർ ഈക്വൽ ടു 27 ക്യു ആർ. ക്യൂവും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 7/3 മൈനസ് -1, അപ്പോൾ +1 സ്ക്വയർ പ്ലസ് അടുത്തത് 1/3 മൈനസ് -1, അപ്പോൾ +1 സ്ക്വയർ പ്ലസ് അടുത്തത് -1/3 മൈനസ് -1 സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു 27 ഇൻറ്റു 7 + 3 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 സ്ക്വയർ 100/9 പ്ലസ് 1 + 3, അപ്പോൾ എത്ര 4/9. 4/9 എന്ന് പറയുമ്പോൾ 4/3, അപ്പോൾ 16/9 പ്ലസ് -1 + 3, അപ്പോൾ 2/3. 2/3 എന്ന് പറയുമ്പോൾ 4/9 ഇത്രയാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 9. അപ്പൊ ഇത് 3 ആയിട്ട് മാറും. സോ ആൻസർ ഈസ് ഈക്വൽ ടു 360 എന്നാണ് വരിക. 360 ആൻസർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. 360 ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ.